ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു മുളക് ബജിയുടെ റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ബജിയുടെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ തേച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, 1 ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എരിവ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം നോക്കി ഒഴിച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഇങ്ങനെ നമ്മളൊരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കുന്ന സമയത്ത് നമ്മൾ വിരൽ നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് കിട്ടണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് കുറച്ച് മല്ലിയിലയും കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കാം കേട്ടോ. ഇനി നമ്മൾ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുളകിൻ്റെ ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കീറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു കുരുവല്ലുണ്ടല്ലോ മുളകിൻ്റെ, അത് വേണമെന്നുണ്ടെങ്കിൽ കളയുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ കുറച്ച് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ചില ബജ്ജി മുളകിന് നല്ല എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുക, എരിവുള്ള ബജ്ജി മുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിവാക്കുക കേട്ടോ. നമ്മൾ ചുവന്ന മുളക് ക്രഷ് ചെയ്ത് ചേർത്തത് അതങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളെ മാവിലേക്ക് നന്നായിട്ട് ഇതിങ്ങനെ മുക്കിയിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണ വേണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുമാണ് കേട്ടോ. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബജ്ജി കേട്ടോ. നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിന് കളറൊന്ന് മാറി വരും. ഇതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബജ്ജിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുളക് നല്ല വലിപ്പമുള്ളതാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രം, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രമൊക്കെ കുറച്ച് വലിപ്പമുള്ളത് എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ടെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകാൻ. ഇപ്പോൾ ഇതാ നമ്മളെ ബജ്ജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മുളക് നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മുളകിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ വേണ്ടി ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് റെഡ് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവേ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നു. നല്ല ടേസ്റ്റ് ആയിട്ട്, നല്ല പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല നമ്മൾ ആ മസാലയൊക്കെ തേച്ചുകൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.